ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരു CMൻ്റെ പടം കാണാൻ പോയിട്ട് വന്നതേ ഉള്ളൂ. എൻ്റെ മോനെ, ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് ശ്രീ ജോസഫ് വിജയ്. ആ ടൈറ്റിൽ കാർഡ് കണ്ടപ്പോൾ തന്നെ എൻ്റെ മോനെ അവിടം തൊട്ടേ പീക്കാണ് എൻ്റെ മോനെ. സോ യെസ് ഗൈസ്, അപ്പോൾ ജനനായകൻ മൂവി നമ്മൾ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോനെ വേറെ ലെവൽ സാധനം. തിയേറ്റർ മിസ്സാക്കുകയും ചെയ്യല്. മിക്ക ആൾക്കാരും ഇതിനു മുന്നേ ഇതിൻ്റെ ലീക്ക്ഡ് പ്രിൻ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്നാൽ പോലും സീരിയസ്ലി ഞാൻ പറയുവാണ്, തിയേറ്റർ നിങ്ങൾ മിസ്സാക്കരുത്. തിയേറ്ററിൽ തന്നെ പോവുക, തിയേറ്ററിൽ തന്നെ കാണുക. സംഭവം ഭഗവത് കേസരിയുടെ റീമേക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഏകദേശം പ്ലോട്ട് കാര്യങ്ങളൊക്കെ ഏകദേശം എന്നല്ല, മുക്കാൽ സാധനങ്ങളും ഭഗവത് കേസരി തന്നെയാണ്. പക്ഷെ അതിനകത്തേക്ക് പുള്ളിയുടെ പൊളിറ്റിക്സും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കൂടെ കൂട്ടി ഇതാക്കിക്കൊണ്ടുള്ളൊരു പടമാണ്. പക്ഷേ വേടാ, തിയേറ്റർ എക്സ്പീരിയൻസ് എൻ്റെ മോനെ എന്തോ ആടാ. സീരിയസ്ലി ഫൈറ്റ് സീൻ ആയിക്കോട്ടെ, ഓരോ ഫൈറ്റും അല്ലെങ്കിൽ ഓരോ വേറെ ലെവൽ ഓഫ് സാധനമാണ്. നോർമലി ഉള്ള നമ്മൾ വിജയുടെ പടം കാണാൻ പോകുന്നതിനെക്കാട്ടിലും ഈ പ്രാവശ്യം വേറെ ലെവൽ ഓഫ് എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഈ പടം കാണാൻ പോകാൻ. എന്താണെന്ന് അറിയത്തില്ല. അതുപോലെ ഇപ്പം തന്നെ ചെറിയ വിഷമമുണ്ട്. കാരണം പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് പടമാണ് എന്ന് പുള്ളി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെതായിട്ടുള്ള വിഷമവും ഉണ്ട്, ബട്ട് എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ കണ്ട ബുക്കിംഗ് ഓഫ് റെക്കോർഡ് ബുക്കിംഗ് ആണ്. ലീക്ക്ഡ് ആയ ഒരു പടമാണ്. ഏകദേശം 1.5 കോടി മണ്ടയ്ക്ക് ആൾക്കാർ കണ്ട ഒരു പടമാണ് ഇതിൻ്റെ ലീക്ക് പ്രിന്റ്. ആ പടത്തിൻ്റെ റെക്കോർഡ് ബുക്കിംഗ് ആണ് ഇന്നലെ ഒക്കെ നടന്നത്. വേറൊരു പടത്തിനോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്കോ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനൊരു സാധനം കിട്ടുമോ എന്നുള്ള കാര്യം. ഓക്കെ, അതൊക്കെ വേറെ കാര്യങ്ങൾ. സോ പടത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ യെസ്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഭഗവത് കേസരിയുടെ റീമേക്കാണ്. ഒഫീഷ്യൽ റീമേക്ക് എന്ന് മൊത്തത്തിൽ പറയാൻ പറ്റില്ല, ബട്ട് എന്നാൽ പോലും ഒരു 70% ഭഗവത് കേസരിയാണ്. ബിഫോർ എലക്ഷൻ ആ സമയത്താണ് ഈ പടം ഇറങ്ങിയിരുന്നെന്നുണ്ടെങ്കിൽ പുള്ളി ഈ പടം മുഖേന കുറേ വോട്ടുകൾ പിടിച്ചു, അങ്ങനെ ഇലക്ഷൻ ജയിച്ചു എന്നുള്ള ആ ഒരു സാധനം കിട്ടിയേനെ. ഇതിപ്പോൾ അങ്ങനെ വരൂല, മനസ്സിലായോ? ഇതിപ്പം ഇലക്ഷൻ നിന്നു, ജയിച്ചു, CM ആയി, ദെൻ പടം ഇറക്കി, അതുകൊണ്ട് പ്രശ്നമില്ല. എന്തുകൊണ്ട് മ്യൂട്ടാക്കി എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. തളപതി എന്നുള്ള പേര് മിക്കയിടത്തും മ്യൂട്ടാക്കിയിട്ടുണ്ട്. ഐ മീൻ പുള്ളി സ്വന്തമായിട്ട് പുള്ളിയുടെ പേര് പറയുമ്പോഴാണെങ്കിൽ പോലും അത് പലയിടത്തും മ്യൂട്ടാക്കിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ചെറിയ കാര്യങ്ങൾ. പിന്നെ അതുപോലെ റോബോട്ടൊക്കെ ഉണ്ട് ഇതിനകത്ത്. ക്ലൈമാക്സ് റോബോട്ടുമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പടത്തിനകത്ത്. നെഗറ്റീവ് സൈഡ് നോക്കുവാണെങ്കിൽ മിക്കയിടത്തും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അതൊന്നും നോക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല. കാരണം എനിക്ക് തളപതി വിജയുടെ ആ ഒരു പടം ദ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ട് ഞാൻ കാത്തിരുന്ന, അല്ലെങ്കിൽ പുള്ളിയുടെ ഫൈനൽ എന്ന് കരുതിയുന്ന, അല്ലെങ്കിൽ ഫൈനൽ എന്ന് പറഞ്ഞ ജനനായകൻ മൂവി എനിക്ക് കാണണമായിരുന്നു. ഞാൻ അതുകൊണ്ട് ഫുൾ എൻജോയ്മെന്റിലായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ ഒരു കാര്യങ്ങളും നോട്ട് ചെയ്തിട്ടില്ല. ആകെ പടം ഒരു വിഷമം എന്ന് വെച്ചാൽ ഞാൻ കാണാൻ പോയ തിയേറ്ററിൽ ഇരുന്ന ഓഡിയൻസ് ഓഡിയൻസ് ആയിരുന്നു. എനിക്ക് അത് മാത്രമേ ഉള്ളൂ എനിക്ക് ശോഭമായിട്ട് തോന്നിയത്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, നിങ്ങൾ കാണാൻ പോകുമ്പോൾ നല്ല കിടുക്കൻ ഓഡിയൻസ് കിട്ടുന്നിടത്ത് പോയിരുന്ന് കാണുക. ഇല്ലെന്നുണ്ടെങ്കിൽ അത്ര ഫ്ലോപ്പ് ആയിരിക്കും. ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ചെറിയൊരു വിഷമം. സോ ഗൈസ്, അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ജനനായകൻ മൂവിയെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ എന്തായാലും പോയി കാണുക. വേറെ ലെവൽ ഓഫ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സുഹൃത്തുക്കളെ. ലാസ്റ്റ് പടം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഒരു ട്രിബ്യൂട്ട് പോലെ ലാസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോഴത്തേക്കൊരു ചെറിയൊരു വിഷമം. പക്ഷേ ഐ തിങ്ക് എന്തായാലും ഇനിയിപ്പോൾ 5 കൊല്ലത്തേക്ക് പുള്ളിയുടെ പടങ്ങളൊന്നും നോക്കണ്ട. CM ആയിട്ട് പുള്ളി സ്റ്റേറ്റ് ഒക്കെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പം മേ ബി അടുത്ത ഇലക്ഷൻ വരുമ്പോഴും പുള്ളി തന്നെ ആയിരിക്കും ചിലപ്പോൾ CM ആയിട്ട് വരുന്നത്. എന്നാൽ പോലും പറയുകയാണ്, എന്നാൽ പോലും ഒരു ആസ് എ ഫാൻ ഒരു റിക്വസ്റ്റ് ആണ്. ഇതൊന്നും കാണുമോ ഇല്ലയോ പോലും അറിയത്തില്ല. പക്ഷെ എന്നാൽ പോലും ഒരു ആസ് എ ഫാൻ റിക്വസ്റ്റ് ആണ്, വല്ലപ്പോഴും ഒരു 2 പടമൊക്കെ ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു പടമെങ്കിലും ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ലാസ്റ്റ് പടമാക്കി വിടല്ലേ എന്നുള്ള ഒരു ചെറിയ റിക്വസ്റ്റ് ആണ് ആസ് എ ഫാൻ. അപ്പോൾ അതാടേ ജനനായകൻ എന്ന് പറയുന്ന മൂവിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പോയി കാണടേ, വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആണ്. സോ അപ്പോൾ അത്രേ ഉള്ളൂ.